ഭഗവാൻ നരസിംഹാവതാരത്തിന്റെ ശരീരത്തിൽ നിന്നും അടർത്തിയെടുത്ത സിംഹത്തോൽ ധരിക്കുന്ന ശിവഭഗവാന്റെ കഥ കേൾക്കാം. ശിവപുരാണം ശതരുദ്ര സംഹിതയനുസരിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം അനിയന്ത്രിതമായ കോപത്താൽ ഭഗവാൻ നരസിംഹം ജ്വലിച്ചു. ലോകങ്ങൾ വിറച്ചു, ദേവന്മാർ ഭയന്നു. പ്രപഞ്ചത്തിന്റെ അന്ത്യം വരുത്താൻ ഒരുങ്ങിയ നരസിംഹമൂർത്തിയോട് ശാന്തനാകാൻ ഭക്തപ്രഹ്ലാദൻ അപേക്ഷിച്ചെങ്കിലും നരസിംഹം കൂടുതൽ ഉച്ചത്തിൽ അലറി. പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ ഭഗവാൻ ശിവൻ വീരഭദ്രനെ വിളിച്ചു. അദ്ദേഹം നരസിംഹത്തോട് സമാധാനമായി മടങ്ങാൻ വിനയപൂർവ്വം അപേക്ഷിച്ചെങ്കിലും നരസിംഹമൂർത്തിയുടെ മുന്നിൽ പരാജയപ്പെട്ടു. അപ്പോൾ രുദ്രകോപത്തിൽ നിന്നും പകുതി സിംഹവും മനുഷ്യനും ചിറകുകളുമുള്ള ഒരു ശരഭരൂപം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം തൻ്റെ വാലും കൈകളും ഉപയോഗിച്ച് നരസിംഹാവതാരത്തെ പിടിച്ചുകെട്ടി നിലത്തേക്കെറിഞ്ഞു. വിനീതനും ശക്തിയില്ലാത്തവനുമായി മാറിയ നരസിംഹം കീഴടങ്ങി. ശിവഭഗവാന്റെ ശരഭാവതാരത്തെ ദേവതകൾ സ്തുതിച്ചു. വീരഭദ്രൻ ഉപേക്ഷിക്കപ്പെട്ട നരസിംഹാവതാരത്തിൻ്റെ ശരീരത്തിൽ നിന്നും ആ തോൽ അഴിച്ചുമാറ്റി. അന്നു മുതൽ ശിവഭഗവാൻ സിംഹത്തോൽ ധരിക്കാൻ തുടങ്ങി.